വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർണാടകയിലെ ബസ് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ആരംഭിച്ചു. ശമ്പള കുടിശ്ശിക തീർക്കുക, ശമ്പള വർധന പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഈ പണിമുടക്ക് ഏതൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവരങ്ങൾ? ലക്ഷ്മി, 2024 ജനുവരി 1 നടപ്പാക്കിയ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കണം, അത് എത്രയും പെട്ടെന്ന് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കർണാടകയിലെ വിവിധ ബസ് തൊഴിലാളികൾ, അതായത് പൊതുഗതാഗത വിഭാഗത്തിലെ ബസ് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും ഉൾപ്പെടെ ഇപ്പോൾ സമരത്തിലേക്ക് പോയിരിക്കുന്നത്. KSRTCയും KKRTC, BMTC ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളുടെയും, അതായത് മെട്രോ സർവീസ് ഉൾപ്പെടെയുള്ള മേഖലകളുടെയും തൊഴിലാളികൾ ഇപ്പോൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ 32 മാസമായി മുടങ്ങിക്കിടക്കുന്ന ഈ ശമ്പളം കുടിശ്ശിക തീർത്ത് നൽകണം. ഒപ്പം തന്നെ ഈ വർധനവ് അടുത്ത ദിവസം മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇത് നടപ്പിലാക്കാത്ത സാഹചര്യമാണ് കർണാടകയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംയുക്ത തൊഴിലാളി യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ എല്ലാ മേഖലയിലെയും ബസ് തൊഴിലാളികൾ, ഡ്രൈവർമാർ, കണ്ടക്ടർമാർ ഈ സമരത്തിലേക്ക് പങ്കെടുക്കാൻ എത്തിയതോടുകൂടി തന്നെ ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങൾ നിശ്ചലമാകുന്ന സാഹചര്യമാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം വരെയാണ് ഈ പണിമുടക്ക് ഇന്നിപ്പോൾ നീണ്ടു നിൽക്കുക. ആ പണിമുടക്കിന് ശേഷവും തീരുമാനമുണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ വലിയ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യത്തിലാണ് ഉള്ളതെന്ന് തൊഴിലാളി നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കർണാടകയിൽ ഈ ഹർത്താൽ പൂർണ്ണമാണ്. നഗരപ്രദേശങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി നടത്തുന്ന യാത്ര ഒഴിവാക്കി കഴിഞ്ഞാൽ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലാണ് ഉള്ളത്. ഒപ്പം തന്നെ മെട്രോ സർവീസ് ഉൾപ്പെടെയുള്ള നഗര കേന്ദ്രീകൃതമായ സർവീസുകളെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. യാത്രക്കാർ പലരും വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. പോലീസും അതോടൊപ്പം തന്നെ മറ്റ് അവശ്യ സേവനത്തിനുമുള്ള വാഹനങ്ങളിലുമൊക്കെയാണ് ഈ യാത്രക്കാരെ കയറ്റി അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പോലീസ് സുരക്ഷ ഒരുക്കുന്നുമുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായി ഇത് പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. എന്തായാലും ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കുക, ശമ്പള വർധനവ് പ്രഖ്യാപിച്ച ശമ്പള വർധനവ് അത് നടപ്പിൽ വരുത്തുക, 2024 ജനുവരി മുതലുള്ള ശമ്പളത്തിൽ ആ ശമ്പളം കൂടി ചേർത്തുകൊണ്ട് ശമ്പളം അനുവദിക്കുക തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായ ആവശ്യമാണ് ഈ തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയനാണ് ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ലക്ഷ്മി, ഗൗതം ആമ്രകുഞ്ചമാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.